വീണ്ടും നമ്മൾ ഇന്ത്യ പാക് സംഘർഷ വാർത്തകളിലേക്ക് പോവുകയാണ്. സാധാരണക്കാരെയും പട്ടാള കോടതിയിൽ വിചാരണ ചെയ്യാനുള്ള അധികാരം പാകിസ്ഥാൻ സേനയ്ക്ക് പുനഃസ്ഥാപിച്ച് നൽകിക്കൊണ്ട് സുപ്രീം കോടതി ഉത്തരവിറക്കി. വ്യാപക പ്രതിഷേധങ്ങളെ തുടർന്ന് 2023 ഒക്ടോബറിൽ റദ്ദാക്കിയ നിയമത്തിനാണ് പാകിസ്ഥാൻ സുപ്രീം കോടതി വീണ്ടും സാധുത നൽകിയിരിക്കുന്നത്. ഓർക്കുക, ഏത് സാധാരണക്കാരിയെയും പട്ടാള കോടതിയിൽ വിചാരണ ചെയ്യാനുള്ള അധികാരം, വ്യാപകമായ രീതിയിൽ ഈ അധികാരം ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ മനുഷ്യാവകാശ സംഘടനകൾ, പാകിസ്ഥാനിലെ രാഷ്ട്രീയ കക്ഷികളൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തിയിരുന്നു. ആ പ്രതിഷേധങ്ങളെ തുടർന്ന് അത് പിൻവലിച്ചിരുന്നു. അങ്ങനെ പിൻവലിക്കപ്പെട്ട ഒന്നാണ് ഇപ്പോൾ ഇതാ പുനഃസ്ഥാപിച്ച് നൽകിയിരിക്കുന്നത്. ഇന്ത്യ പാക് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ തീരുമാനമെന്ന് മനസ്സിലാക്കണം. സാധാരണക്കാരെ പട്ടാള കോടതിയിൽ വിചാരണ ചെയ്യാനുള്ള അധികാരം പാകിസ്ഥാൻ സേനയ്ക്ക് പുനഃസ്ഥാപിച്ച് നൽകിയിരിക്കുന്നു സുപ്രീം കോടതി. വ്യാപകമായ പ്രതിഷേധങ്ങളെ തുടർന്ന് 2023 ഒക്ടോബറിൽ റദ്ദാക്കിയ നിയമത്തിനാണ് പാകിസ്ഥാൻ സുപ്രീം കോടതി ഇപ്പോൾ വീണ്ടും സാധുത നൽകിയിരിക്കുന്നത്. സൈനിക മേധാവി അസിം മുനീറിനെതിരെ സേനയ്ക്കുള്ളിലും പ്രതിപക്ഷ പാർട്ടികൾക്കിടയിലും അതൃപ്തി ഉയരുന്നതിനിടെയാണ് സുപ്രീം കോടതി മുൻ ഉത്തരവ് തിരുത്തിയിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ നടപടിയിൽ PTI പ്രതിഷേധിച്ചിട്ടുണ്ട്.